കിലോയ്ക്ക് 22 രൂപ 50 പൈസയ്ക്കാണ് കർഷകരിൽ നിന്നും സംസ്ഥാന സർക്കാർ നെല്ല് സംഭരിച്ചത്. ഇതിൽ സംസ്ഥാന സർക്കാർ വിഹിതമായ 7 രൂപ 80 പൈസ നൽകുന്നതിലെ കാലതാമസമാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ രണ്ടാം കൃഷിയിലെ നെല്ല് സംഭരിച്ച വകയിൽ സംസ്ഥാന സർക്കാർ 236 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. നെല്ല് സംഭരിച്ച് 5 ദിവസം കഴിയുമ്പോൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്നാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ 80 ദിവസം പിന്നിട്ടിട്ടും കർഷകർക്ക് പണം കിട്ടിയില്ല. കർഷകർ ഇപ്പം സർക്കാരിൻ്റെ മുന്നിൽ പിച്ചപാത്രം കൈ നീട്ടുന്ന നീട്ടിക്കൊണ്ടിരിക്കുക. എന്ന് പണം കിട്ടും. എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു 50 കോടി രൂപ 25 കോടി രൂപ വിതരണം ചെയ്യും. ഈ 12 ജില്ലയിൽ ആർക്ക് എത്ര കർഷകർക്ക് കിട്ടും? പാലക്കാട് ജില്ലയിലെ കർഷകർക്ക് മാത്രം 121 കോടി രൂപ നൽകാനുണ്ട്. ആലപ്പുഴയിൽ 69 കോടി രൂപയും കോട്ടയത്ത് 38 കോടി രൂപയും വയനാട് 4 കോടിയും തിരുവനന്തപുരത്ത് 84 ലക്ഷവും കൊല്ലത്ത് 14 ലക്ഷവും കോട്ടയത്ത് 38 ലക്ഷവും തൃശൂർ 65 ലക്ഷം മലപ്പുറം 36 ലക്ഷം കാസർഗോഡ് 27 ലക്ഷം കണ്ണൂർ 14 ലക്ഷം പത്തനംതിട്ട 1 ലക്ഷം രൂപ എന്നിങ്ങനെ വിവിധ ജില്ലകളിൽ കർഷകർക്ക് പണം ലഭിക്കാനുണ്ട്. തരിശുഭൂമിയിൽ കൃഷി ചെയ്യാൻ പായുന്ന സംസ്ഥാന സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്ത കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവർക്ക് നൽകുവാനുള്ള പണം നൽകുക എന്നുള്ളതാണ്. ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.